പേളിയോട് ഞാനൊന്ന് ചോദിക്കട്ടെ, പേളിക്കൊരു ആക്ടർ എന്നുള്ള നിലയിൽ എന്ത് കൈൻഡ് ഓഫ് റോൾസ് ചെയ്യാനാണ് ഇഷ്ടം? ഈ മോഡേൺ ടൈപ്പ് റോൾ, ഇത് ഇപ്പം നീ ചെയ്യുന്ന പോലുള്ള റോൾസാണ് ഇഷ്ടം, അതോ കുറച്ചും കൂടി ഡെപ്തുള്ള അങ്ങനൊരു കഥാപാത്രങ്ങൾ ചെയ്യാനാണോ ഇഷ്ടം? ഐ തിങ്ക് എനിക്ക് എല്ലാ ടൈപ്പ് റോൾ ചെയ്യാനും എനിക്ക് ഇഷ്ടമാണ്, ബിക്കോസ് ചാലഞ്ചിങ് ആയിട്ടുള്ള. ബട്ട് ദർ ആർ സർട്ടൺ തിങ്സ് ദറ്റ് സ്ത്രീകൾക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന ചില റോൾസ് ഉണ്ട്, ചില ഇമോഷൻസ് ഉണ്ട്, ഒരു അമ്മയ്ക്ക് മാത്രം കാണിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഒരു അനിയത്തിക്ക്, അല്ലെങ്കിൽ ഒരു ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഒരു പെണ്ണിന് മാത്രം ഫീൽ ചെയ്യുന്ന കുറച്ച് ഫീലിങ്സ് ഉണ്ട്. അത് എനിക്ക് നമ്മളൊരു സിനിമയിലൂടെ ആയിരിക്കും ചിലപ്പോൾ മറ്റൊരു സ്ത്രീ അത് കാണാൻ പറ്റുള്ളൂ. ചിലപ്പം എനിക്കറിയുന്ന ആൾക്കാർക്ക് അങ്ങനത്തെ ഫീലിംഗ് എനിക്ക് കാണിച്ചു തരാൻ പറ്റിയെന്ന് വരില്ല. പക്ഷെ ഒരു സിനിമയിലൂടെ ചിലപ്പോൾ ഒരു സ്ത്രീക്ക് അങ്ങനെ സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ ഒരു പെണ്ണിന് പറ്റുമോ എന്ന് തോന്നിപ്പിക്കുന്ന ചില ക്യാരക്ടേഴ്സ് ഉണ്ട്. ഒരു ഉദാഹരണം പറയാമോ? ഫോർ എക്സാമ്പിൾ, ഇമാജിൻ എ ഗേൾ, എല്ലാം നഷ്ടപ്പെട്ടു, like whatever Alia Bhatt has done in Highway എന്നുള്ള മൂവി, ആൻഡ് for example Dear Zindagi-യിൽ, I mean അങ്ങനത്തെ സിനിമകൾ ഷീസ് ഡൂയിങ് വെരി പവർഫുൾ ക്യാരക്ടേഴ്സ്. ആൻഡ് അത് കാണുമ്പോഴൊക്കെ എനിക്ക് തോന്നും വൈ am I not, ഇങ്ങനത്തെ സ്ക്രിപ്റ്റുകൾ എന്തുകൊണ്ട് എഴുതപ്പെടുന്നില്ല? മേ ബി they are thinking, is there any girl who would go to any extent to emote that character? And if there is any director thinking, I am there, I would love to do anything. Like I am a director's actor. അത് സഹീർക്കയോട് ചോദിച്ചാൽ പറയും, ഡയറക്ടർ ഇപ്പോൾ ഒരു 100 വട്ടം ടേക്ക് എടുത്താലും I will be ready to do it, because I want what the director wants. Like if he is happy, I am happy. I look at him and be like, you're happy now? You sure? Then you want one more? It's okay, because I am ready to compromise there. ലൈഫിൽ പല സ്ഥലത്തും കോംപ്രമൈസ് ചെയ്യേണ്ട സ്ഥലങ്ങൾ വരും, അവിടെ ചെയ്യാണ്ട് കോംപ്രമൈസ് വെൻ ഇറ്റ് കംസ് ടു യുവർ പേഷ്യൻസ്. നിങ്ങളുടെ പേഷ്യൻസ് പോയാലും കുഴപ്പമില്ല, യു ഡു ആസ് മച്ച് ആസ് യു ക്യാൻ, ആൻഡ് യു നോ യു ആർ ആർട്ടിസ്റ്റിക്കലി യു ഷുഡ് നെവർ കോംപ്രമൈസ്, യു ഷുഡ് ഡു യുവർ ബെസ്റ്റ്. ദാറ്റ് ഈസ് കൈൻഡ് ഓഫ് ക്യാരക്ടർ. അതുപോലെ തന്നെ സ്ക്രിപ്റ്റ് എഴുതുന്നൊരു കാര്യത്തെ പറ്റി പറഞ്ഞില്ല എൻ്റെ അടുത്ത്, അങ്ങനെ ചിന്തിക്കുന്നുണ്ടോ? ഒരു സബ്ജക്റ്റ് ചിന്തിക്കുക. ഞാൻ ആക്ച്വലി ഐ വോണ്ട് ബി എ ഡയറക്ടർ ഓൾസോ. ഞാനിപ്പം അതാണ് പഠിച്ചത്, മീഡിയ പഠിച്ചത്. സോ ഐ ഫസ്റ്റ് ഡിഡ് എ സ്ക്രിപ്റ്റ് കോൾഡ് ദ പെർഫെക്ഷനിസ്റ്റ്. അതിൻ്റെ അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ട് ഐ വർക്ക്ഡ്. അന്ന് ഐ ഡിഡ്ന്റ് നോ നന്ദുലാൽ കൃഷ്ണമൂർത്തി ആൻഡ് മുന്ന സൈമൺ ഒക്കെ ആയിരുന്നു ആക്ട് ചെയ്തത്. സോ ഐ നോ ഹൗ എൻ ആക്ടർ ഫീൽസ്. അവരുടെ സൈഡിൽ നിന്ന് അന്ന് എനിക്ക് ആക്ച്വലി അങ്ങനെ മനസ്സിലായില്ല. ഐ യൂസ് ടു തിങ്ക്, വൈ ഡു ദേ ഗെറ്റ് ക്രാങ്കി ആഫ്റ്റർ ഒരു 4 ഷോട്ട് ഒരേ സാധനം എടുത്തു കഴിഞ്ഞാൽ എന്തിനാ അവർക്ക് ഇറിറ്റേഷൻ വരണേന്ന് എനിക്ക് അന്ന് വലിയതായിട്ട് മനസ്സിലായില്ല. ബട്ട് ടുഡേ ഐ നോ വൈ, ബിക്കോസ് ഇറ്റ്സ് very tiring for an actor also. So yeah, I want to direct ചില ഇൻട്രസ്റ്റിംഗ് സ്ക്രിപ്റ്റ്സ് ഒക്കെ ഉണ്ട് മനസ്സിൽ. അങ്ങനെ സബ്ജക്റ്റുകൾ വർക്ക് ചെയ്യുന്നുണ്ട്. യെസ്, ഐ ആം വർക്കിംഗ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഷീസ് ഇൻ്റലിജൻറ്റ് എന്ന് പറഞ്ഞത്. അങ്ങനെ ചിന്തിക്കാനും ഒരു ക്രിയേറ്റിവിറ്റി ഉണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ക്രിയേറ്റീവായിട്ട് ആലോചിക്കണം എന്ന് പറയുന്നത് പെൺകുട്ടികൾ വളരെ കുറവാണ്. ഞാൻ കണ്ടിട്ടുള്ള പെൺകുട്ടികൾ വളരെ കുറവാണ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറയാൻ കാര്യം, അതുകൊണ്ടാണ് ഞാൻ അവളെ കൊണ്ട് അത് പറയിച്ചത്. അതിൽ എന്താണ് ഒരു ആക്ടർ എന്നുള്ള നിലയിൽ എന്താണ് യുവർ അൾട്ടിമേറ്റ് ടാർഗറ്റ്? ഏതൊരു രീതിയിലുള്ള ഒരു ആക്ടർ? ഞാൻ അതിനൊരു ഉദാഹരണം കൂടെ പറയാം. ന്യൂഡൽഹി വന്ന സമയത്ത് മമ്മൂക്ക എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, ഒരു ആക്ടർ എന്നുള്ള നിലയിൽ നിൻ്റെ ഒരു ടാർഗറ്റ് ആരാണെന്ന് ചോദിച്ചു. ഞാൻ അന്ന് പറഞ്ഞത് ലാലു അലക്സ് ആണെന്നാണ്. മലയാളത്തിൽ എനിക്ക് ലാലു അലക്സ് ഒക്കെ ചെയ്യുന്ന പോലത്തെ ഒരു റോള് കിട്ടിയാൽ മതി എന്നാണ്. നമുക്ക് പറഞ്ഞ്, നിനക്ക് ലാലു അലക്സ് എങ്കിലും മലയാളത്തിലാവണമെന്നുണ്ടെങ്കിൽ നീ അറ്റ്ലീസ്റ്റ് അമിതാഭ് ബച്ചനെ ടാർഗറ്റ് ചെയ്യണം, എങ്കിലും നിനക്ക് അത്രേ ആവും. ഒരു സിനിമ അങ്ങനെയാണ്, നമ്മൾ ഭയങ്കരമായിട്ട് അംബീഷ്യസ് ആയെങ്കിൽ മാത്രമേ നമുക്ക് അങ്ങനെ കിട്ടുള്ളൂ എന്ന് പറയും. പക്ഷേ ഞാൻ അന്നും അമിതാഭ് ബച്ചനെ ടാർഗറ്റ് ചെയ്യാൻ പോയിട്ടില്ല. ഞാൻ എൻ്റെ അന്നും ഇന്നും എൻ്റെ ടാർഗറ്റ് ലാലു അലക്സ് തന്നെയാണ്. എനിക്ക് അവിടെ എത്തിയാൽ മതി എന്നുള്ള അങ്ങനത്തെ ഒരു സ്വപ്നം മാത്രം എൻ്റെ ഉള്ളിൽ നിൽക്കുന്നുള്ളൂ. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനത്തെ റോളൊക്കെ ചെയ്ത് ഇങ്ങനെ ഇതിൽ തന്നെയാണ് ഞാൻ എപ്പോഴും സന്തോഷവാനായിട്ട് നിൽക്കുന്നത്. എനിക്ക് ഞാൻ മോഹിച്ചതിനേക്കാൾ വലുത് സിനിമ തന്നു എന്ന് വിശ്വസിക്കുന്ന ആളാണ്. ഇപ്പം എൻ്റെ ഇപ്പം എൻ്റെ വളരെ ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സ് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, നീ മാത്രം സിനിമയിൽ അങ്ങോട്ട് രക്ഷപ്പെട്ടില്ലല്ലോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അല്ല, അത് അവർ എക്സ്പെക്ട് ചെയ്യുന്നത് അവരെന്നെ ഇതിനേക്കാൾ വലുതായിട്ട് കാണാൻ ആഗ്രഹിക്കുന്നുകൊണ്ടാണ്. അല്ലാണ്ട് അവരെന്നെ കുറ്റം പറയുന്നതല്ല. ഞാൻ ഇതിനേക്കാളും വലിയ എന്തുകൊണ്ട് മോഹൻലാൽ ആവണില്ല എന്നുള്ളത്, മോഹൻലാലിൻ്റെ കയ്യിലുള്ളതൊന്നും എൻ്റെ ഇല്ല എന്നുള്ളത് ഇവർക്ക് അറിഞ്ഞൂടാ. ഇവരുടെ വിചാരം ഞാൻ അതിനേക്കാൾ വലിയ ആളാണെന്നാണ്. അത് വെച്ചിട്ടാണ് അവർ പറയുന്നത്. പക്ഷെ എങ്കിൽ പോലും എനിക്കിപ്പോൾ സിനിമയിലുള്ള എൻ്റെ ഒരു പൊസിഷനുണ്ട്, ഞാൻ ഇത് സ്വപ്നം കണ്ടിട്ടില്ല. ഞാൻ അതിനേക്കാൾ വളരെ താഴെ സ്വപ്നം കണ്ടിട്ടുള്ള ആളാണ്. അപ്പോൾ ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് എബോവ് മൈ ഡ്രീമാണ്. കാശ്മീരിൽ പോകുന്നത്, നായർ സാഹിബിൽ പോകുന്നത്. അപ്പോൾ അതൊന്നും നമുക്ക് അന്നതൊരു സ്ട്രെയിനായിട്ടൊന്നും തോന്നിയില്ല. അപ്പോൾ ഞാൻ നിന്നോട് ചോദിക്കുന്നതാണ്, എന്താണ് അതിൻ്റെ ഒരു ടാർഗറ്റ്? ಈಗ ಟಾರ್ಗೆಟ್ എന്ന് പറയാൻ
അങ്ങനെ ഒരു വിഷൻ ഉണ്ട്. അതായത് പല ക്യാരക്ടേഴ്സ് ചെയ്യണം. അതായത് ഒരിക്കലും ആളുകൾക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റരുത് ഇവൻ ഇത് മാത്രമേ പറ്റൂ. അപ്പോൾ ഇപ്പോൾ ഇവിടുത്തെ നമ്മുടെ ഒരു മൊത്തം കൾച്ചർ നോക്കുകയാണെങ്കിൽ ഒരാൾ എല്ലാ സിനിമയിലും പ്രിൻസിപ്പളാണെങ്കിൽ കോളേജ് പ്രിൻസിപ്പളാണെങ്കിൽ പിന്നെ എല്ലാ സിനിമയിലും കോളേജ് പ്രിൻസിപ്പളായിരിക്കും. പള്ളിയിലച്ഛനാണെങ്കിൽ പള്ളിയിലച്ഛനായിരിക്കും. അപ്പോൾ കോമഡി ചെയ്യുന്ന ആളാണെങ്കിൽ കോമഡി ആ ഒരു ഫ്രണ്ടായിട്ട് ഒരു കോമഡിയനെ വെക്കാം. അപ്പോൾ ഇയാൾ ഫ്രീ ആണ്, ഇയാളുടെ ഡേറ്റ് ഉണ്ട് എന്നതിലുപരി പല ക്യാരക്ടേഴ്സും ചെയ്യാൻ പറ്റുന്നത്. അതായത് ഇപ്പോൾ ഒരു വളരെ സീരിയസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ട്രൂ ടു ലൈഫായിട്ടുള്ള ക്യാരക്ടർ മുതൽ വളരെ കോമിക്കലായിട്ടുള്ള ക്യാരക്ടർ, അങ്ങനെ ഒരിക്കലും ഞാനെന്നൊരു ആക്ടറിനെ ഇന്ന സ്ഥലത്ത് മാത്രമേ പ്ലേസ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് ജനങ്ങൾക്ക് തോന്നിപ്പിക്കാത്ത വിധമുള്ള ക്യാരക്ടേഴ്സ് ഒരുപാട് ചെയ്യണം. അതിൽ നിന്ന് ഒരുപാട് പഠിക്കണം. നമുക്കൊക്കെ എല്ലാം ഒരു ലേണിംഗ് കേർവാണല്ലോ. ഇപ്പോൾ നമ്മളിപ്പോൾ ഞാൻ കാപ്പിരിത്തുരുത്ത് എന്ന് പറഞ്ഞ സിനിമ ചെയ്ത സമയത്താണ് ഞാൻ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കിയത് ആസ് ആൻ ആക്ടർ. എന്തൊക്കെ നമുക്ക് ഇമോട്ട് ചെയ്യാം, എവിടേക്കാണ് പ്രശ്നം വരുന്നത്. സഹീർക്കൊക്കെ എഴുതിയിട്ടുള്ള ഡയലോഗുകൾ അത് സഹീർക്ക തന്നെ പറഞ്ഞു തരുമ്പോൾ ഓക്കെ ഇത് ഇങ്ങനെയും കൂടെ പറഞ്ഞാൽ ബെറ്റർ ആണല്ലോ എന്നൊക്കെ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ഞാൻ പഠിച്ചതാണ്. അപ്പോൾ ഓരോ ഡയറക്ടറിനും ഓരോന്നും നമുക്ക് പഠിപ്പിച്ചു തരാനുണ്ട്. ഓരോ സിനിമയ്ക്കും ഓരോ പ്രൊഡ്യൂസറിനും പഠിപ്പിച്ചു തരാനുണ്ട്. ഇപ്പോൾ ഈ സിനിമയുടെ പ്രൊഡ്യൂസറിൻ്റെ കാര്യം തന്നെ പറയുകയാണെങ്കിൽ അഹമ്മദ് ഖാൻ, അദ്ദേഹം ആക്ച്വലി മറ്റ് പ്രൊഡ്യൂസേഴ്സിനൊക്കെ ഒരു മാതൃകയാണ്. എങ്ങനെയാണ് ഒരു സിനിമയ്ക്ക് കംപ്ലീറ്റ് ആയിട്ട് ഹാർട്ട് ആൻഡ് സോൾ കൊടുക്കേണ്ടത് എന്നുള്ളത് പഠിപ്പിച്ചു തന്നൊരു പ്രൊഡ്യൂസറാണ്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് നല്ല പ്രോജക്ട്സിൻ്റെ ഭാഗമാവണം. ആക്ടർ എന്ന് പറയുമ്പോൾ ഈസ് എൻ ആക്ടർ, ഈസ് നോട്ട് എ സ്റ്റാർ. ഒരു സ്റ്റാർ എന്നതിലുപരി ഒരു ആക്ടറാണ്, ഈസ് എ വെരി ഗുഡ് ആക്ടർ എന്ന് ആളുകളെ കൊണ്ട് പറയിപ്പിക്കണം എന്നൊരാഗ്രഹം. ഞാൻ ചെയ്തതിൽ വെച്ച് ഏറ്റവും ഈസി ഇന്റർവ്യൂ ആയിരുന്നു. ഏറ്റവും നല്ല കണ്ടന്റ് കിട്ടി. ഞാൻ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ടി വന്നില്ല. എന്തറിയാമോ, ഇവരെ കൊണ്ട് ഇങ്ങനെയൊക്കെ പറയിക്കാമെന്ന് എനിക്കറിയാം, പക്ഷെ അറിയില്ല. അതുകൊണ്ട് അപ്പൊ എന്തായാലും ഇങ്ങനെയൊന്നും ചോദിക്കില്ല എന്നറിയാം. നിങ്ങളൊക്കെ കുറെ നാളിങ്ങനെ ഒരുമിച്ച് പല്ലെന്താണ് കണ്ണെന്താണ് മുക്കെന്താണെന്ന് ചോദിച്ചുകൊണ്ടിരിക്കുക. അതല്ല, കുറച്ചും കൂടെയൊക്കെ സീരിയസ് ആയിട്ട് സംസാരിക്കാൻ കഴിവുള്ള ആളുകളാണ് അവർ. അവർക്ക് കുറച്ചും കൂടെ കാര്യങ്ങൾ അറിയാമെന്ന് എനിക്കറിയാം. അത് ഞാൻ അവരെ കൊണ്ട് പറയിച്ചതാണ്. ഇതാണ് ഞാൻ പറഞ്ഞത്. ഞങ്ങൾ എപ്പോഴും അറിഞ്ഞിരിക്കുന്ന പേളി ആദിൽ എന്ന് പറയുന്നത് D4 ഡാൻസിൽ കാണുന്ന പേളി ആദിലാണ്. അതുകൊണ്ട് നമുക്കറിയില്ല ആ ഒരു സൈഡ്, ഇങ്ങനെ ഒരു സൈഡ് ഉണ്ട് എന്ന് നമ്മൾ അറിയുന്നത്. D4 ഡാൻസിനേലും കൂടുതൽ ഞങ്ങളുടെ ഈ സൈഡാണ് ഇക്കയ്ക്ക് അറിയുള്ളൂ. അതിന്റെ ആ ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട്, ആൻഡ് അസ്, എന്നിട്ട് കുറെ ഹാർട്ട് ഇപ്പൊ രാവിലെ ഗുഡ് മോർണിംഗ് മാത്രമുള്ള ഒരു ഗ്രൂപ്പാണ്. എന്താണ് ആ ഗ്രൂപ്പിൽ നടക്കുന്നത്? ഒന്നുമില്ല, ഞങ്ങളിങ്ങനെ ഇടയ്ക്ക് ഓരോ കോമഡി സംഭവങ്ങളൊക്കെ ഷെയർ ചെയ്യും. ഇക്ക ചില സമയത്ത് ഇക്കാൻ്റെ സിനിമകളിലെ പുതിയ ലുക്കുകൾ ഷെയർ ചെയ്യും. ഫുക്രിയുടെ ലുക്ക് ഞാൻ ഇക്കാൻ്റെ അടുത്ത് ചോദിക്കുകയും ചെയ്തു അല്ലേ, ഫുക്രിയുടെ ലുക്ക് ഞാൻ ഇപ്പോൾ അടുത്ത് കണ്ടിട്ട് ഞെട്ടിപ്പോയി. ഇക്ക ആ ലുക്കുകളുണ്ട്, ഓരോ ഇടയ്ക്കിടയ്ക്ക് ഓരോ ലുക്കുകൾ. പിന്നെ ഇക്കാൻ്റെ പേരിൽ ചില ട്രോളുകൾ വരും. ട്രോൾ എന്ന് പറഞ്ഞാൽ ഇക്കാൻ്റെ അതൊക്കെ അയച്ചു തരിക. പിന്നെ ഓരോന്നൊക്കെ ഞാനും അതിൽ അടി ഉണ്ടാക്കുമ്പോ ഞാൻ ഇക്കയുടെ അടുത്ത് കംപ്ലൈന്റ് പറയും, ഇക്ക അതിൽ എന്നെ ഇങ്ങനെ പറഞ്ഞു, വഴക്ക് പറയൂ. മീഡിയേറ്ററായിട്ടും എല്ലാം വർക്ക് ചെയ്യുന്നുണ്ട്. ഇക്കയ്ക്ക് അപ്പൊ ഇക്ക ഇവരുടെ ഗാർഡിയനായിട്ട് മാറി എന്നല്ല, അവരെന്നെ അങ്ങനെ കാണുന്നു. അല്ല, എപ്പോഴും ഞാൻ നേരത്തെ ഒരു ഇന്റർവ്യൂവിൽ ഞാൻ പറഞ്ഞു, ഞാൻ സിനിമയിൽ വരുമ്പോൾ ഇപ്പോൾ അതിൽ നമ്മൾ എന്നെ വന്ന് കാണുന്ന സീനിൽ കണ്ടിട്ട് ഇങ്ങനെ അന്തം വിട്ട് നിന്നുപോയി എന്ന് പറഞ്ഞില്ലേ. ഞാനങ്ങനെ എത്രയോ ആക്ടേഴ്സിൻ്റെ മുമ്പിൽ അന്തം വിട്ട് നിന്നിട്ടാണ് ഞാൻ വന്നത്. അപ്പോൾ നിനക്കതിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയത് മൂന്നാമത്തെ നാലാമത്തെ പടത്തിൽ കിട്ടിയെന്ന്. ഞാൻ എത്രയോ സിനിമകളിൽ ഇങ്ങനെ ഓരോരുത്തരുടെ അടുത്തും, മമ്മൂക്ക അടുത്തും ലാലിൻ്റെ അടുത്തും തിലഞ്ചേട്ടൻ്റെ അടുത്തും ഈ കൊടിയേറ്റൻ ഗോപി സാറിൻ്റെ അടുത്തും ജയതി ശ്രീകുമാറിൻ്റെ അടുത്തും ഒക്കെ ഇങ്ങനെ ഇവരെങ്ങനെ ഇതൊക്കെ ചെയ്യണമെന്ന് ആലോചിച്ച് നിന്നിട്ടുണ്ട്. അപ്പോൾ ഇതിന് ഒരു പ്രധാന ഘടകം എന്ന് പറഞ്ഞാൽ എക്സ്പീരിയൻസ് ആണ്. നമ്മളിതിങ്ങനെ അഭിനയിച്ച് പല റോളുകൾ ചെയ്ത്, പിന്നെ ഈ സിനിമയിൽ നമ്മൾ പറയില്ലേ, ഇപ്പോൾ ചുണ്ടമസ്ഥാന അഭിനയിക്കുമ്പോൾ ആരെങ്കിലും നമ്മൾ ഒരു മാതൃകയായിട്ട് കണ്ടിട്ടുണ്ടോ? അങ്ങനെ ഒരുപാട് പറ്റില്ല. നമ്മളിങ്ങനെ വഴിയിൽ കാണുന്നവരെല്ലാം ഇങ്ങനെ നോട്ട് ചെയ്ത് വെച്ചിട്ട് ഇവരെ അടുത്തൊരു പടത്തിൽ ഉപയോഗിക്കും, അങ്ങനെയൊന്നും പറ്റില്ല. നമ്മളപ്പോൾ എന്താ ചെയ്യണം, വേറെ ആളുകൾ ചെയ്ത വേറെ ക്യാരക്ടേഴ്സിനെ ഓർക്കും, എന്നിട്ട് അവർ ചെയ്ത പോലെ അവരിതൊന്ന് ആഗ്രഹിക്കും, അല്ലെങ്കിൽ നമ്മളത് ഇമിറ്റേറ്റ് ചെയ്തെന്ന് വരും. നമ്മുടേതായ രീതിയിലാണ് നമ്മളെപ്പോഴും ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ ആലോചിച്ച് ചെയ്യണം. അപ്പോൾ ഈ ഞാൻ പറഞ്ഞു വന്ന ഇതാണ്, ഓരോ ആക്ടേഴ്സിനെ നമ്മൾ അവരുടെ കൂടെ അഭിനയിച്ച് അവരുടെ കൂടെ നിന്ന്, ഇതിന് വേറൊരു മാർഗ്ഗമില്ല. നമ്മൾ ഒറ്റയ്ക്കൊരു മുറിക്കകത്ത് അടച്ചിട്ടിട്ട് ആളുകൾ പറയും കണ്ണാടിയിൽ നോക്കി അഭിനയിക്കണമെന്ന് പറയും. കുറച്ച് കഴിയുമ്പോൾ നമ്മൾ നിരാശരാകും, അത്രേ ഉള്ളൂ. നമ്മളെ കൊണ്ട് ഇത്രേ പറ്റും. പിന്നെ കണ്ണാടിയിൽ കാണുന്ന പോലും നമ്മൾ തിരിഞ്ഞിട്ടാണ് കാണുന്നത്. നമ്മൾ നന്നാവാൻ, നമ്മൾ കൂടുതൽ മെച്ചപ്പെട്ടതാകാൻ, അല്ലെങ്കിൽ നേരത്തെ അതിൽ പറഞ്ഞതുപോലെ എന്ത് കൈൻഡ് ഓഫ് റോൾസും ചെയ്യാൻ പ്രാപ്തനാവണമെന്നുണ്ടെങ്കിൽ ഏറ്റവും അതിൻ്റെ ഒരു മാർഗ്ഗം എന്ന് പറയുന്നത് കഴിവുള്ള ഒരുപാട് കലാകാരന്മാരുടെ കൂടെ അഭിനയിച്ച് ഇതിൻ്റെ ഒരു ചൂടേറ്റ് വളർന്നെങ്കിൽ മാത്രമാണ്
നമ്മളും ഒരു വളർച്ച ഉണ്ടാവുള്ളൂ. അപ്പോൾ എപ്പോഴും അതാ what a statement. അല്ലേ, അഭിനയത്തിന്റെ ചൂടേറ്റ് വളരുന്ന ഒരു അഭിനേതാവാണ്. ആക്ച്വലി ഈ ഒരു എപ്പിസോഡ് ഐ തിങ്ക് അത് ജസ്റ്റ് സിനിമയെ പറ്റിയിട്ടുള്ള വിശേഷങ്ങൾ മാത്രമല്ല, പലർക്കും പഠിക്കാനും കൂടെ പറ്റിയ എല്ലാവരും ഒന്നും ഇപ്പൊ ഇക്കയുടെ പോലെ ഓപ്പൺ ആയിട്ട് ടിപ്സ് ഒന്നും ആരും പറഞ്ഞു തരത്തില്ല. അല്ല, ഇത് ടിപ്സ് ഒന്നും അല്ല, ഇതൊരു ടിപ്പ് എന്ന് പറയാൻ പറ്റില്ല. പലർക്കും പല രീതികളാണ്. ഇപ്പോൾ ചിലർ അഭിനയിക്കുന്നത്, ഇപ്പോൾ ഞാൻ ഒരു സീൻ അഭിനയിക്കാൻ അല്ലെങ്കിൽ ഷോട്ട് അഭിനയിക്കാൻ ഞാൻ ഉപയോഗിക്കുന്നൊരു മാർഗ്ഗമായിരിക്കില്ല അതിൽ സ്വീകരിക്കുന്നത്. എല്ലാവർക്കും ഓരോരുത്തരുടേത് അവരുടേതായ ഒരു രീതികളുണ്ടാവും. പക്ഷേ എന്നാലും ഇപ്പം ഞാൻ എപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞു വന്ന ഇതാണ്, ഇപ്പോൾ ഞാൻ പഴയ ആളുകളുടെ കൂടെ അഭിനയിച്ചു, അവരുടെ ഒരു അഭിനയ രീതികൾ കണ്ട് ഞാനിപ്പോൾ ഇതും എൻജോയ് ചെയ്യുന്നുണ്ട്. പുതിയ കുട്ടികളുടെ കൂടെ വന്ന് അവർ വളരെ ഈസി ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നു, അവർ വളരെ ജോവിയലായിട്ട് അങ്ങനെ. ഇപ്പോൾ പേളിയൊക്കെ ഒരു ലൊക്കേഷനിൽ വന്നിരിക്കുന്ന പോലെ ആയിരുന്നില്ല ഞാൻ വരുന്ന കാലത്ത് ഉണ്ടായിരുന്ന അഭിനേത്രികളിരുന്ന്. അവർ അത് കഴിഞ്ഞ ഷോട്ട് കഴിഞ്ഞാൽ പോയി ഇങ്ങനെ പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുക, അവരെങ്ങനെ ടച്ചപ്പ് ചെയ്യാൻ ഒരാളുണ്ടാവും. അവരൊരു സിനിമാ നടി അതല്ലെങ്കിൽ ഒരു താരം എന്നതുപോലെ വരുന്നു, അവരിങ്ങനെ അത് നോക്കുന്നു, ഇത് പറയുന്നു. അങ്ങനത്തെ ഒരുപാട് ആളുകളുണ്ട്. ഇപ്പോൾ പിള്ളേർക്ക് അങ്ങനെയൊന്നുമില്ല. മുമ്പാണെങ്കിൽ ഒരാൾ അഭിനയിക്കാൻ വരുമ്പോൾ എൻ്റെ കൂടെ അമ്മയുണ്ടാവും, അച്ഛനുണ്ടാവും, വേറെ 4 അസിസ്റ്റൻസ് ഉണ്ടാവും. ഇവർ രാവിലെ ഓഫീസിൽ ജോലിക്ക് പോകുമ്പോൾ അച്ഛനും അമ്മയും കൂടെ പോകും. ഒരു സെറ്റില് നോക്കിയിട്ട് ഓടിക്കളഞ്ഞവര്. അല്ല, ഞങ്ങൾ അപ്പോഴും അന്നും ആലോചിക്കും, എന്ത് സിനിമയിൽ അഭിനയിക്കാൻ വരുമ്പോൾ മാത്രം അപ്പുറത്തും ഇപ്പുറത്തും അച്ഛനും അമ്മയും കൊണ്ടുവന്നിട്ട് ഇവരാരെങ്കിലും പിടിച്ചു തരുന്നു? അങ്ങനെയൊന്നുമില്ല. പക്ഷേ ഇപ്പോഴത്തെ കുട്ടികൾ അങ്ങനെ അവർക്കറിയാം അവരെ എങ്ങനെ നോക്കണം, അവരെങ്ങനെ സംരക്ഷിക്കണം, അവരെ എങ്ങനെ പ്രസൻറ്റ് ചെയ്യണം, അതൊക്കെ അവർക്കറിയാവുന്ന. അപ്പോൾ ഞാൻ അതൊക്കെ കാണുമ്പോൾ ഞാൻ ഭയങ്കര എൻജോയ് ചെയ്യും ഇവരുടെയൊക്കെ ഒരു രീതികളും. അപ്പോൾ മുമ്പ് പഴയ ആളുകളിൽ നിന്ന് പഠിച്ച പോലെ ഇപ്പോൾ ഞാൻ പുതിയ ആളുകളിൽ നിന്ന് ഓരോ കാര്യങ്ങൾ പഠിക്കുകയാണ്. അപ്പോൾ എനിക്ക് എൻ്റെ ഒരു സന്തോഷം എന്ന് പറയുന്നത് ഇവരും എന്നെ അക്സെപ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. മറ്റത് അങ്ങനെയല്ല. പുതിയ ആൾ വന്നു കഴിഞ്ഞാൽ അവരൊക്കെ കളവന്മാർ, നമുക്ക് നമ്മുടെ ഗ്രൂപ്പിൽ ഇരിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ മാറുന്നില്ല. അവർ ഇക്ക് ആൻഡ് അസ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഉണ്ടാക്കി അതിൽ വരെ എന്നെ ഉൾപ്പെടുത്തി എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. അപ്പോൾ ഇവരുടെ ഈ ഒരു ഇപ്പോഴത്തെ കെമിസ്ട്രിയെ കാട്ടിലും കൂടുതൽ നമ്മൾ ഇനി കാണാൻ പോവാണ്. സോ ഡു നോട്ട് മിസ് ഇറ്റ് ഇൻ ദ തിയേറ്റേഴ്സ്. തിയേറ്ററിൽ ഡെഫിനറ്റ്ലി പോയി കാണണം. കാപ്പിരി തുരുത്ത്.